ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മുകുന്ദനും അങ്കിതയും കുഞ്ഞിനെ കാണുന്നു. അങ്കിത നഴ്സിനോട് പറയുന്നുണ്ട്, എനിക്ക് കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയില്ല. അപ്പോൾ നഴ്സ് പറയുന്നത് ഇതേപോലെ ഒന്ന് എടുത്താൽ മതിയെന്നും പറയുന്നുണ്ട്. കുഞ്ഞിനെ എടുക്കുന്ന അങ്കിത കുഞ്ഞിനെ വളരെയേറെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും എല്ലാം ചെയ്യാണ്. ഇത് കാണുന്ന മുകുന്ദന് വളരെ സന്തോഷമാവുകയാണ്. അങ്കിത മുകുന്ദനോട് പറയുന്നുണ്ട് കുഞ്ഞിനൊന്ന് എടുത്തു നോക്കാനായിട്ട്. അങ്ങനെ മുകുന്ദനും കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പെങ്ങളുടെ മക്കളെ എടുത്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ നല്ല രീതിയിൽ ലാളിക്കുകയും ആ നെറ്റിയിലൊരു ചുംബനം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞിന്. അങ്ങനെ അങ്കിത കുഞ്ഞിനെ നഴ്സിൻ്റെ കയ്യിലോട്ട് കൈമാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ക്യൂട്ടാണല്ലേ. അപ്പോൾ നഴ്സ് പറയുന്നുണ്ട്, പിന്നെ നല്ല സുന്ദരി കുട്ടിയല്ലേ എന്ന്. അങ്ങനെ നഴ്സ് പറയുന്നുണ്ട്, കുട്ടിയെ കണ്ടല്ലോ, ഇനി ഞങ്ങൾ ഇവളെ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ സമ്മതിക്കുകയും ചെയ്യാണ്. മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, എന്ത് തോന്നുന്നു അങ്കിത എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്കിത പറയുന്നുണ്ട്, നല്ല മിടുക്കി കുട്ടിയാണ്, മുകുന്ദൻ്റെ മോള് തന്നെയാന്ന് പറയാണ്. അങ്ങനെ പറയരുത്, നമ്മളുടെ മകൾ എന്നാണ് പറയേണ്ടതെന്ന് മുകുന്ദൻ പറയുന്നുണ്ട്. അപ്പോൾ മുകുന്ദൻ ചോദിക്കുന്നത്, ഞാനൊന്ന് മീനാക്ഷിയെ കണ്ടാലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്കിത പറയുന്നുണ്ട്, അവൾ തിരിച്ചറിയില്ലേ നിങ്ങളെന്ന്. അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഞാൻ സൺഗ്ലാസ് വയ്ക്കാമെന്നും. അങ്കിത ചോദിക്കുന്നുണ്ട്, കണ്ടിട്ട് എന്തിനാ? അപ്പോൾ മുകുന്ദൻ പറയുന്ന, ഒരു താങ്ക്സ് പറയണ്ടേ ഇങ്ങനെ ഒരു മോളെ തന്നതിൽ. അങ്കിത പറയുന്നുണ്ട്, അതിന് നമുക്ക് കുഞ്ഞിനെ തന്നില്ലല്ലോ, തരുമ്പോൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മുകുന്ദൻ പറയുന്നു, ആ സമയത്ത് ആരെങ്കിലും അടുത്തുണ്ടെങ്കിലോ എന്ന്. അപ്പോൾ അങ്കിത പറയുന്നുണ്ട്, മുകുന്ദ് തനിച്ച് മീനാക്ഷിയെ കാണണ്ട, അതെനിക്ക് വിഷമമാണെന്നും. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് മുകുന്ദ് ചോദിക്കുന്നുണ്ട്. മുകുന്ദ് ആ കുഞ്ഞിൻ്റെ അച്ഛനും അതുപോലെ മീനാക്ഷി ആ കുഞ്ഞിൻ്റെ അമ്മയുമാണ്. ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ചയല്ലേ. നിങ്ങൾ തമ്മിൽ കണ്ണിൽ നോക്കുമ്പോൾ പലതും ഓർക്കുകയും ചെയ്യും. എനിക്കത് സഹിക്കാൻ പറ്റില്ല മുകുന്ദ്, ഞാനൊരു പെണ്ണല്ലേ എന്നെല്ലാം പറയുന്നതാണ് അങ്കിത. ഇതെല്ലാം കേൾക്കുന്ന മുകുന്ദൻ പറയുന്നുണ്ട്, ശരി ഓക്കെ, അന്ന് അങ്ങനെയാണെങ്കിൽ ഫോണിൽ വിളിച്ചൊരു നന്ദി പറഞ്ഞാൽ പോരെ എന്നും പറയുന്നുണ്ട്. എന്നെ മുകുന്ദ് മനസ്സിലാക്കണമെന്നും ഞാൻ മുകുന്ദിൻ്റെ ഒപ്പം എത്താൻ കുറച്ച് ഓടേണ്ടി വരുന്നുണ്ട്. മുകുന്ദൻ പറയുന്നുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലായി, എനിക്കൊരു കുഴപ്പമില്ലടോ എന്നെല്ലാം പറയാണ്. ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം.